ഹലോ മക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നെൻ്റെ ക്ലാസ് മാക്രോ എക്കണോമിക്സാണ്. മാക്രോ എക്കണോമിക്സിലെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് നമ്മൾ പറഞ്ഞു, കൺസംഷൻ ഫംഗ്ഷൻ തിയറീസ്. ആ കൺസംഷൻ ഫംഗ്ഷൻ തിയറീസിൽ ഒരു തിയറിയും നമ്മൾ പറഞ്ഞു, അതായത് ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ്. അതിൻ്റെ രണ്ടാമത്തെ മറ്റൊരു തിയറി, കൺസംഷൻ ഫംഗ്ഷൻ തിയറിക്കകത്തുള്ള മറ്റൊരു തിയറിയാണ് റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസ്. റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസ് എം എ ക്ലാസ്സിലേക്കും ബി എ ക്ലാസ്സിലേക്കും ഒക്കെ ചോദിക്കുന്ന, അല്ലെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ് റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസ്, അല്ലെങ്കിൽ RIH എന്ന് വേണമെങ്കിലും പറയും. ജെയിംസ് ഡ്യൂസൻബറി, അമേരിക്കൻ എക്കണോമിസ്റ്റാണ്. ജെയിംസ് ഡ്യൂസൻബറി കൊണ്ടുവന്ന ഒരു തിയറിയാണിത്. ഇതിനെ വേണമെങ്കിൽ ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ്, ഡെമോൺസ്ട്രേഷൻ എന്ന് നമ്മൾ സ്പെല്ലിംഗ് എഴുതുമ്പോൾ പറയും, പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അപ്പോൾ ആ ഒരു തിയറിയാണ് ഈ റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസ്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലൂടെ എഴുതത്തക്ക രീതിയിൽ മെയിൻ പോയിൻറ്സും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് ഞാൻ തരുന്നത്. ഇപ്പോൾ ഇവിടെ 1-2 പ്രധാനപ്പെട്ട പോയിൻ്റ്. നമ്പർ 1, ഇൻകം കൺസംഷൻ റിലേഷൻഷിപ്പ് ഈസ് വൺ ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. ദാറ്റ് ഈസ് ആസ് ഇൻകം ഇൻക്രീസസ് കൺസംഷൻ ലെവൽ ഓൾസോ ഇൻക്രീസസ്. നമുക്കറിയാം, ഇൻകം കൂടുന്നതിൻ്റെ അനുസരിച്ച് കൺസംഷൻ ലെവലും ആവറേജ് പീപ്പിളിൻ്റെ കൂടിക്കൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് ഓൾസോ കൺസംഷൻ. ദെൻ നമ്പർ 2, രണ്ടാമതിൻ്റെ അകത്തിൽ ഓർത്തിരിക്കേണ്ട മറ്റൊരു പോയിൻ്റ്, സോഷ്യൽ ക്യാരക്ടർ ഓഫ് കൺസ്യൂമേഴ്സ്. അതായത് മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ എന്നാണ് പറയാറുള്ളത്. സോഷ്യൽ ക്യാരക്ടർ ഓഫ് മാൻ ഓർ ഹൗസ് ഹോൾഡ്. അതായത് നമ്മളൊരു സൊസൈറ്റി ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും വി ഓൾവേസ് ഫോളോസ് ദ ലൈഫ് സ്റ്റൈൽ ഓഫ് നെയ്ബേഴ്സ്. നമ്മുടെ നെയ്ബേഴ്സിൻ്റെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, അതിനെ ഫോളോ ചെയ്യാൻ ആവറേജ് ഇൻഡിവിജ്വൽസ് അല്ലെ ഹൗസ് ഹോൾഡ് എല്ലാം ശ്രമിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കൺസംഷൻ ബിഹേവിയർ എന്താണ്, സോഷ്യൽ ക്യാരക്ടർ ഓഫ് കൺസ്യൂമർ. അതുപോലെ തന്നെ അക്കോർഡിംഗ് ടു ഡ്യൂസൻബറി, കൺസംഷൻ എക്സ്പെൻഡിച്ചർ നോട്ട് ഓൺലി ഡിപ്പെൻസ് ഓൺ ദ ആബ്സൊല്യൂട്ട് ഇൻകം. സാധാരണഗതിയിൽ ഇപ്പോൾ കെയ്ൻസൊക്കെ പറഞ്ഞിട്ടുണ്ട് ആബ്സൊല്യൂട്ട് ഇൻകമാണ് കൺസംഷനെ റിലേറ്റ് ചെയ്യുന്നത്. അങ്ങനല്ല ഇവിടെ പറയുന്നത്. ആബ്സൊല്യൂട്ട് ഇൻകം അല്ല, മറിച്ച് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഓർത്തിരുന്നോണം ഡിപ്പെൻസ് ഓൺ കറണ്ട് കൺസ്യൂമർ ഇൻകം പ്ലസ് പ്രീവിയസ് പീക്ക് ലെവൽ ഇൻകം. ചിലപ്പോൾ ഒരു പക്ഷേ ഈ വർഷത്തിനേക്കാൾ കുറച്ചുകൂടെ കൂടിയ ഇൻകം ആയിരിക്കാം നമുക്ക് കഴിഞ്ഞ വർഷം കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഒരു ബാലൻസ് നമ്മുടെ വെച്ചേക്കത്തില്ലയോ, അതാണ് പീക്ക് ലെവൽ ഇൻകം, അതിൻ്റെ ബാലൻസ്. ആൻഡ് ഓൾസോ റിലേറ്റീവ് ഇൻകം ഓഫ് നെയ്ബേഴ്സ്. അതായത് ഒരു ആവറേജ് ഇൻഡിവിജ്വലിൻ്റെ ഇൻകം കൺസംഷൻ പാറ്റേൺ നോട്ട് ഓൺലി ഡിപ്പെൻഡ് അപ്പോൺ ഹിസ് ഓൺ ഇൻകം ബട്ട് ഓൾസോ ദ റിലേറ്റീവ് ഇൻകം ഓഫ് നെയ്ബേഴ്സ്. അതാണ് ഇതിൻ്റെ അകത്തിലെ മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കറണ്ട് ഇൻകം ഉണ്ട്, പ്രീവിയസ് ബാലൻസ് ഇൻകം ഉണ്ട്, ഒപ്പം തന്നെ റിലേറ്റീവ് ഇൻകം ഓഫ് നെയ്ബേഴ്സ്. അവരോടൊപ്പം അല്ലെങ്കിൽ അവരുടെ ആ ലൈഫ് സ്റ്റാൻഡേർഡിലേക്ക് പോകാൻ നമ്മൾ ശ്രമിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ 3 പോയിൻ്റ് മെയിനായിട്ട് ഓർത്തിരുന്നോണം. പിന്നെ അടുത്തായിട്ട് നമ്മൾ പറയുന്നത് ദർ ആർ 2 അസംഷൻ റിലേറ്റഡ് ടു തിയറി. ഈ തിയറിക്കകത്ത് 2 അസംഷൻസ് ഉണ്ട്. നമ്പർ 1, കൺസ്യൂമർ ബിഹേവിയർ ഈസ് നോട്ട് ഇൻഡിപെൻഡൻറ്റ് ബട്ട് ഇൻ്റർഡിപ്പെൻഡൻറ്റ്. അതാ മുമ്പേ ഞാൻ പറഞ്ഞ റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസ് അല്ലെ റിലേറ്റീവ് ഇൻകം ഓഫ് നെയ്ബേഴ്സ്. അപ്പോൾ നെയ്ബേഴ്സ് എങ്ങനെ ചെയ്യുന്നു, എങ്ങനെയാണ് അവരുടെ കറണ്ട് കൺസംഷൻ പാറ്റേൺ, അതിനെ നമ്മളും ഫോളോ ചെയ്യും. എല്ലാവരും അങ്ങനെ, സർവ്വത്ര ആൾക്കാരും അങ്ങനെ. നെയ്ബേഴ്സ് എങ്ങനെ ജീവിക്കും, നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഞാനത് പറഞ്ഞ വിശദമായിട്ട്. അപ്പോൾ അവരെങ്ങനെ ജീവിക്കുന്നു അതിനെ ഫോളോ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൺസംഷൻ ഇൻകം റിലേഷൻഷിപ്പ് ഈസ് നോട്ട് ഇൻഡിപെൻഡൻറ്റ് ബട്ട് ഇൻ്റർഡിപ്പെൻഡൻറ്റ്. മറ്റുള്ളവരെ കൂടെ ആശ്രയിച്ചിരിക്കും, അതാണ് ഇൻ്റർഡിപ്പെൻഡൻ്റ് ആണ്. നമ്പർ 2, രണ്ടാമത്തെ പ്രധാനപ്പെട്ട അസംഷൻ എന്ന് പറഞ്ഞാൽ കൺസംഷൻ ഇൻകം റിലേഷൻ ഈസ് ഇറിവേഴ്സിബിൾ. ദാറ്റ് മീൻസ് പെർമനൻറ്റ്. യാതൊരു കാരണവശാലും ഇപ്പോൾ എ ഫോൾ ഇൻ ഇൻകം ദ കൺസ്യൂമർ നെവർ റെഡ്യൂസസ് ദെയർ കൺസംഷൻ പാറ്റേൺ. അതാണ്. ഇപ്പം നമുക്ക് ഇൻകം കൂടുമ്പോൾ കൺസംഷൻ കൂടും, പക്ഷേ ഇൻകം കുറയുമ്പോൾ നമ്മൾ അങ്ങനെ കൺസംഷൻ കുറയ്ക്കാറില്ല. ദാറ്റ് മീൻസ് കൺസംഷൻ ഇൻകം റിലേഷൻ ഈസ് ഇറിവേഴ്സിബിൾ, ദാറ്റ് ഈസ് പെർമനൻ്റ് ആയിരിക്കും. ഈ 2 അസംഷൻ ഇതിൻ്റെ അകത്തിൽ ഓർത്തിരുന്നോണം. ബേസ്ഡ് ഓൺ ദിസ് 2 അസംഷൻസ് ഹി ഓൾസോ ഇൻട്രൊഡ്യൂസ്ഡ് 2 എഫക്ട്സ് റിലേറ്റഡ് ടു റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസ്. 2 എഫക്റ്റുകൾ ഇയാൾ പറയുന്നുണ്ട്. ഒന്ന്, ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ്. എന്താ ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഫോളോസ് ഓർ ദേ ഇമിറ്റേറ്റ് ദ ലൈഫ് സ്റ്റൈൽ ഓഫ് ദ നെയ്ബേഴ്സ് ആൻഡ് മെയിൻറ്റെയിനിങ് ദെയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. സാധാരണ എല്ലാവരും ആൾക്കാർ അങ്ങനെയാണ്. അതായത് മറ്റുള്ളവരുടെ, നമ്മൾ മുമ്പേ ഞാൻ പറഞ്ഞ പോലെ, മറ്റുള്ളവരെങ്ങനെയാണ് അവരുടെ ലൈഫ് സ്റ്റൈൽ, നെയ്ബേഴ്സിൻ്റെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, അതേ രീതിയിൽ അവരുടെ കൺസംഷൻ പാറ്റേൺ ഫോളോ ചെയ്യാൻ നമ്മൾ തീരുമാനിക്കും, നമ്മളങ്ങനെ ശ്രമിക്കും. ദാറ്റ് ഈസ് കോൾഡ് ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ്. ഓർത്തിരുന്നോണം. എന്താ ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ്? മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഹാവ് ടു ഇമിറ്റേറ്റ് ദ ലൈഫ് സ്റ്റൈൽ ഓർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ഹിസ് നെയ്ബേഴ്സ്.
അതാണ്. അപ്പോൾ അതിന് ഫോർ എക്സാമ്പിൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഒരു സർവേ നടത്തി അമേരിക്കയിലെ നീഗ്രോസ് ആൻഡ് വൈറ്റ്സിൻ്റെ കൺസംഷൻ പാറ്റേണിനെ പറ്റി അവിടെ ഒരു സ്റ്റഡി നടത്തി. നീഗ്രോസ് എന്ന് പറയുമ്പോൾ ഹി ഈസ് ഓൾവേസ് സെൻസിറ്റീവ് ടു ഹിസ് പൊസിഷൻ, ദാറ്റ് മീൻസ് ഓൾവേസ് ഫോളോ ദ ലൈഫ് സ്റ്റൈൽ ഓഫ് വൈറ്റ്സ് ഇൻ ദ എക്കോണമി. അപ്പോൾ അവിടുത്തെ വൈറ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ വെള്ളക്കാരെങ്ങനെ ജീവിക്കുന്നു അതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്യാനുള്ള ഒരു ശ്രമം നീഗ്രോസ് നടത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിനുവേണ്ടി അവർ ഓൾസോ യൂസ്ഡ് ഓൾഡ് സേവിങ് ലെവൽ, അവരുടെ ആ ഓൾഡ് സേവിങ് ലെവൽ ഓൾസോ യൂസ്ഡ് ഫോർ കറണ്ട് എക്സ്പെൻഡിച്ചർ. കറണ്ട് കൺസംഷൻ എക്സ്പെൻഡിച്ചറിൽ ആ ഓൾഡ് സേവിങ് ലെവൽ അവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നീഗ്രോ പോലുള്ള ഒരു ആവറേജ് ഇൻകം ലെവൽ പീപ്പിൾ പോലും എന്ത് ചെയ്യും, ദേ ഹാവ് ടു ഫോളോ ദ കൺസംഷൻ പാറ്റേൺ ഓഫ് ദ വൈറ്റ്സ് ഓർ ഹൈ ഇൻകം പീപ്പിൾ. അതാണ് അവിടുത്തെ പ്രത്യേകത, അതാണ് ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ്, ഓർത്തിരുന്നോണം. അതുപോലെ തന്നെ രണ്ടാമതൊരു എഫക്റ്റ് പറയുന്നുണ്ട്, റാച്ചറ്റ് എഫക്റ്റ്. അത് ഓർത്തിരുന്നോണം, റാച്ചറ്റ് എഫക്റ്റ്. ദാറ്റ് ഈസ് എന്താണ് റാച്ചറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ, ആസ് ഇൻകം ഇൻക്രീസസ് കൺസംഷൻ പാറ്റേൺ ഓൾസോ ഇൻക്രീസസ്, ബട്ട് എ fall in income on average consumer do not reduce their consumption. That is ratchet effect. ഇൻകം കൂടുമ്പോൾ നമ്മൾ കൺസംഷൻ കൂടും ഓട്ടോമാറ്റിക്കായിട്ട്. പക്ഷേ ഇൻകം കുറഞ്ഞാലോ നമ്മൾ ആ കുറവിന് ആനുപാതികമായിട്ട് കൺസംഷൻ കുറയ്ക്കത്തില്ല, പഴയ ലെവലിൽ തന്നെ നിൽക്കാൻ ശ്രമിക്കും. അതാണ് നമ്മുടെ ഒരു പ്രത്യേകത. ആസ് ഇൻകം ഇൻക്രീസസ് കൺസംഷൻ ഓൾസോ ഇൻക്രീസസ്, ബട്ട് ആസ് ഇൻകം ഫോൾസ്, ഇപ്പോൾ ബൂം പീരീഡ് വരിക, കൺസംഷൻ ഇൻക്രീസസ് ബിക്കോസ് ഓഫ് ഇൻക്രീസ് ഇൻ ഇൻകം, ബൂം പീരീഡ്. എന്നാൽ റിസഷൻ വരുമ്പോൾ they do not reduce their consumption even though their income is falling. അവരുടെ ഇൻകം ഫോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ കൺസംഷൻ ഫോൾ ചെയ്യത്തില്ല. അങ്ങനെ ഇൻകം കൂടുമ്പോൾ കൺസംഷൻ കൂടുകയും ഇൻകം കുറയുമ്പോൾ കൺസംഷൻ കുറയ്ക്കാതിരിക്കുകയും ചെയ്യും. നമ്മുടെ നാടൻ ഭാഷയിൽ പറയാം, ആന മെലിഞ്ഞാൽ തൊഴുത്ത് കെട്ടുമെന്ന് ചോദിക്കും. എന്ന് പറഞ്ഞാൽ ആന ഒരു വലിയ ജീവിയാണ്, അതിനെ ഒരിക്കലും ഒരു പശുവിൻ്റെ എരുത്തിൽ കെട്ടത്തില്ല. അത് ചിലപ്പോൾ അത് മെലിഞ്ഞു പോയെന്നിരിക്കും, അതിൻ്റെ വണ്ണം കുറഞ്ഞെന്നിരിക്കും, എന്നാലും അത് താമസിക്കുന്ന ആ സ്ഥലത്ത് മാത്രമേ അതിനെ കെട്ടത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ. ആസ് ഇൻകം ഇൻക്രീസസ് നമ്മുടെ കൺസംഷൻ കൂടി, പക്ഷേ ഇൻകം ഡിക്ലൈൻസ് most of the people do not reduce their consumption pattern. That means their APC increases but MPC falls. അതായത് ലെവൽ ഓഫ് ഇൻകം റെഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവർ ഓൾഡ്, അതായത് പ്രീവിയസ് ഇൻകത്തിൻ്റെ ബാലൻസ് സേവിങ് ഒക്കെ അവർ ഉപയോഗിക്കും. അപ്പോൾ അവിടെ APC റൈസസ് ആൻഡ് MPC ഫോൾസ്. അതാണ് റാച്ചറ്റ് എഫക്റ്റ്. വേണേൽ ഒരു എക്സാമ്പിളിലൂടെ ഞാനത് പറയാം. സപ്പോസ് ഒരു ആവറേജ് ഇൻകം ദാറ്റ് ഈസ് 1000 to 1100 ആയിട്ട് ഇൻക്രീസ് ചെയ്തെന്ന് വിചാരിക്കുക. ഒരു ആവറേജ് ഹൗസ് ഹോൾഡിൻ്റെ ഇൻകം 1000 നിന്ന് 1100 ഇൻക്രീസ് ചെയ്തു. ഇനി അവൻ്റെ കൺസംഷൻ ലെവൽ ഓൾസോ ഇൻക്രീസസ് ഫ്രം 800 to 880. കണ്ട, അപ്പോൾ ഇൻകം ലെവൽ 1000 നിന്ന് 1100 മാറി. അവൻ്റെ കൺസംഷൻ 800 നിന്ന് 880 മാറി. ആദ്യം നമുക്ക് അവൻ്റെ APS ഒന്ന് നോക്കാം. APS എന്ന് പറയുമ്പോൾ നമുക്കറിയാം, APC നോക്കാം. APC ആവറേജ് കൺസംഷൻ, ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, ആവറേജ് കൺസംഷൻ നമുക്ക് നോക്കാം. ഇതാ നോക്ക്, അവൻ്റെ കൺസംഷൻ കൂടി എത്ര, 880 ഡിവൈഡഡ് ബൈ അവിടുത്തെ ഇൻകം എത്രയാണ്, 1100. കണ്ട, അപ്പോൾ എത്ര കിട്ടും, ദാറ്റ് ഈസ് 0.8 എന്ന് വരും. അതായത് 880 ഡിവൈഡഡ് ബൈ 1100 എത്ര വരും, 0.8. ഇനി അവൻ്റെ MPC നമുക്കൊന്ന് നോക്കാം, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. 1000 നിന്ന് എത്ര കൂടിയത്, 1100 ആണല്ലോ. അവൻ്റെ കൺസംഷൻ കൂടി എത്ര, 800 നിന്ന് 80. ഇതാ നോക്കൂ, 80 ഡിവൈഡഡ് ബൈ 100. 80 നിന്ന് 100 ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും, ഈ 0.8 തന്നെ കിട്ടും. കണ്ട, അപ്പോൾ ആസ് ഇൻകം ഇൻക്രീസസ് കൺസംഷൻ ഓൾസോ ഇൻക്രീസസ്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ APC ആൻഡ് MPC സെയിം ആയിരിക്കും. എന്നെ നേരെ മറിച്ച് ഡിക്ലൈൻ ചെയ്തെന്ന് വിചാരിക്കുക. 1000 എന്നുള്ളത് 900 ഇൻകം ഡിക്ലൈൻ ചെയ്തു. അപ്പോൾ ഡിക്രീസ് ഇൻ ഇൻകം ഫ്രം 1000 to 900. ഇനിയും അവൻ്റെ കൺസംഷൻ പാറ്റേൺ എന്താണ്ട് നോക്കുക. നേരത്തെ 800 ആയിരുന്നു, ആ 800 നിന്ന് അപ്പോൾ അതും കുറഞ്ഞു, 750 ആയിട്ട് കുറഞ്ഞെന്ന് വിചാരിക്കുക. കണ്ടോ, അപ്പോൾ ഇൻകം ഡിക്ലൈൻ ഫ്രം 1000 to 900, അതായത് 100 രൂപയുടെ കുറവുണ്ടായി. കൺസംഷൻ നേരത്തെ അവൻ 800 ആയിരുന്നു, അതിൽ നിന്ന് 750 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചത് നോക്കിയേ, ഇവിടെ വന്നപ്പോൾ അവൻ്റെ APC എന്ന് പറയുന്ന എത്രയായി, അതായത് ഇൻകം കുറഞ്ഞപ്പോൾ APC എന്ന് പറയുന്നത് 750 ഡിവൈഡഡ് ബൈ 900, ദാറ്റ് ഈസ് 0.83 എന്ന് പറയാം, 0.83.
കണ്ടോ. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? APC ഇൻക്രീസ് ചെയ്തു. മുമ്പേ പറഞ്ഞെടുത്ത് 0.8 ഉള്ളായിരുന്നു APC, ഇവിടെ ഇപ്പോൾ എത്രയായി? 0.83 ആയി. അതാ നമ്മൾ പറഞ്ഞ് ഇൻകം കുറഞ്ഞാലും കൺസംഷൻ ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം കൂടത്തേ ഉള്ളൂ, കുറയത്തില്ല. ഇനി ഇവിടുത്തെ MBC വേണമെങ്കിൽ നമുക്ക് നോക്കാം, അതും ഡിഫറൻ്റ് ആയിരിക്കും. MBC ഇവിടെ MBC എന്ന് പറഞ്ഞാൽ 1000-ൽ നിന്ന് 900 കുറഞ്ഞപ്പോൾ എത്ര കുറവ് വന്നേ? -100 കുറഞ്ഞു അല്ലേ? -100 കുറഞ്ഞു. കൺസംഷൻ ആണെന്നേ 800-ൽ നിന്ന് 750 വന്നേ, അപ്പോൾ എത്ര കുറഞ്ഞു? -50 ആയി. -50 ഡിവൈഡഡ് ബൈ -100, ദാറ്റ് ഈസ് 0.5 എന്ന് പറയും. കണ്ടോ, 0.5 രണ്ടിടത്തും നെഗറ്റീവ് ആകുമ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ആകും. അപ്പോൾ നമുക്ക് APC 0.83 ആയി, അതുപോലെ തന്നെ MBC 0.5 ആയി. കണ്ടോ ആ വ്യത്യാസം കണ്ടോ? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതാണ്, ഇൻകം കുറഞ്ഞപ്പോൾ ഫോൾ ഇൻ ഇൻകം, ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഫോൾ ഇൻ ഇൻകം മീൻസ് ഫോൾ ഇൻ കൺസംഷൻ. അപ്പോൾ ഇൻകം 100 കുറഞ്ഞെങ്കിലും കൺസംഷൻ ശകലമേ കുറഞ്ഞുള്ളൂ, 800-ൽ നിന്ന് 750 കുറഞ്ഞുള്ളൂ എന്ന് ഓർത്തോണം. പക്ഷേ ഇവിടുത്തെ APCക്ക് പറ്റിയ എന്താ? 0.83 APC കൂടി, അതാണ്. നേരെ മറിച്ച് MBC ആണെങ്കിലോ കുറയുകയും ചെയ്തു. മുമ്പേ നമ്മൾ രണ്ടും സെയിം ആയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ APC ഇൻക്രീസസ് ഓർ APC ഇൻക്രീസിങ് ആസ് എ റിസൾട്ട് ഓഫ് ഫോൾ ഇൻ ഇൻകം. ഇൻകം കുറഞ്ഞാലും ശരി APC ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇനിയും നമുക്കിതിനെ ഒന്ന് വരച്ച് കാണിക്കാം. ഈ കൺസംഷൻ ഇൻകം റിലേഷൻഷിപ്പിനെ നമുക്കൊന്ന് വരച്ച് കാണിക്കാം, ഡയഗ്രമാറ്റിക്കലി എക്സ്പ്ലെയിൻഡ്. ദാറ്റ് ഈസ് OX ആക്സിസ് ഇൻകം മെഷേർഡ്, OY ആക്സിസിൻ്റെ അകത്തിൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ മെഷർ ചെയ്തിരിക്കുന്നു. ഇനി ഒരു 45 ഡിഗ്രി ലൈൻ ഞാൻ വരച്ചിട്ടുണ്ട്, LCC എന്ന് പറയും. LCC ഒരു 45 ഡിഗ്രി ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. നോക്കൂ, LCC കണ്ടല്ലോ, ലോങ് റൺ കൺസംഷൻ കർവാണ്. ഇനി 2 ഷോർട്ട് റൺ കർവും ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്, SC1 SC2. SC1 എന്ന് പറഞ്ഞാൽ ഷോർട്ട് റൺ കർവ് 1, SC2 ഷോർട്ട് റൺ കർവ് നമ്പർ 2. ഇനി സപ്പോസ് ദ ഇൻഡിവിജ്വൽ ഇൻകം ഈസ് OY0, അതാണ്ട് ഇവിടെ O ഉണ്ട്, OY0 ഇൻകം ആണ്. അപ്പോൾ OY0 അല്ല, OY1 നോക്കിയോ, OY1. അപ്പോൾ ഇൻകം OY1, സപ്പോസ് ഇൻകം ഓഫ് ദ ഹൗസ് ഹോൾഡ് OY1 ആണ്. അപ്പോൾ അവൻ്റെ എക്സ്പെൻഡിച്ചർ നോക്കിയേ, കൺസംഷൻ എക്സ്പെൻഡിച്ചർ ദാണ്ട് ഇവിടെയാണ്. കൺസംഷൻ കർവേ വന്ന് ടച്ച് ചെയ്തിരിക്കുന്ന ഈ പോയിന്റ് E1 to Y1 കണ്ടോ. അപ്പോൾ നോക്കണം, ആ ഏരിയ നോക്കണം, OY1 ആണ് ഇൻകം, കൺസംഷൻ E1 Y1 അന്നേ. ഇനി സപ്പോസ് ഹിസ് ഇൻകം ഡിക്ലൈൻസ്, അടുത്ത ഒരു സ്റ്റേജ് വന്നപ്പോൾ തന്നെ ഫോൾ ഇൻ ഹിസ് ഇൻകം, ദാറ്റ് മീൻസ് ഇൻസ്റ്റെഡ് ഓഫ് OY1 ദ പ്രസൻറ്റ് ഇൻകം ഈസ് OY0. അപ്പോൾ OY1-ൽ നിന്ന് അവൻ്റെ ഇൻകം OY0-യിലേക്ക് മാറി കുറഞ്ഞു. അപ്പോൾ ന്യായമായിട്ടും കൺസംഷൻ എവിടെ വരേണ്ടത്? ഏതാണ്ട് കണ്ടോ, E0 Y0-യിലാണ് കൺസംഷൻ വരേണ്ടത്. കാരണം ഇൻകം Y1-ൽ നിന്ന് Y0-യിലോട്ട് കുറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും E0-യിൽ നിന്ന് Y0-യിലേക്ക് കൺസംഷൻ എക്സ്പെൻഡിച്ചർ കുറയണം. പക്ഷേ കുറഞ്ഞില്ല, അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. നോക്കൂ, ഹിസ് പ്രസൻറ്റ് കൺസംഷൻ ലെവൽ ദാറ്റ് ഈസ് C1, കണ്ടോ, കൺസംഷനെ വന്ന് മുട്ടിയിരിക്കുന്ന പോയിന്റ് കണ്ടോ, C1 Y0 ഇൻസ്റ്റെഡ് ഓഫ് E0 Y0. സത്യത്തിൽ E0 Y0 ആയിട്ട് കൺസംഷൻ കുറയേണ്ടിയ, പക്ഷെ കുറഞ്ഞിട്ടില്ല. അവൻ്റെ കൺസംഷൻ C1 Y0 ആയിട്ട്, അതായത് ഇത്ര ഏരിയ അവൻ മെയിൻറ്റെയിൻ ചെയ്തു. ദാറ്റ് ഈസ് റേസിംഗ് കൺസംഷൻ പാറ്റേൺ ഫ്രം E0 ടു C1-ലേക്ക് അവൻ കൺസംഷൻ കൂട്ടി. അതിന് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പ്രീവിയസ് ലെവൽ ഇൻകം, അതിൻ്റെ ബാലൻസ് സേവിങ് ഒക്കെ തന്നെ കറണ്ട് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ അവൻ ഉപയോഗിച്ചു. ഓക്കെ, അപ്പോൾ ഇനി സപ്പോസ് എ ഫോൾ, അപ്പം നമ്മൾ പറഞ്ഞു ഇൻകം Y1 ആയപ്പോൾ കൺസംഷൻ E1 Y1 ഉണ്ട്. ഇൻകം കുറഞ്ഞു, Y0 ആയിട്ട് കുറഞ്ഞപ്പോൾ കൺസംഷൻ ഇൻസ്റ്റെഡ് ഓഫ് E0 Y0 കൺസംഷൻ ബിക്കംസ് C1 Y0 ആയിട്ട് മാറി. ഇത് വീണ്ടും സംഭവിക്കാം. എ ചേഞ്ച് ഇൻ ഇൻകം അഗെയിൻ, ദാറ്റ് ഈസ് Y2, OY2 ആയിട്ട് ഇൻകം കൂടുന്നു വിചാരിക്കുക. സോ ഹിസ് കൺസംഷൻ പാറ്റേൺ ചേഞ്ചസ് ഫ്രം E1 ടു E2. കണ്ടോ, അങ്ങോട്ട് ഞാൻ ആരോ മാർക്ക് ഇട്ടിട്ടുണ്ട്. E1-ൽ നിന്ന് E2-ലേക്ക് കൺസംഷൻ പോകുന്നു ബിക്കോസ് ഓഫ് ഇൻക്രീസ് ഇൻ ഇൻകം Y2. അല്ലെങ്കിൽ പുതിയ എക്സ്പെൻഡിച്ചർ, കൺസംഷൻ എക്സ്പെൻഡിച്ചർ E2 Y2 ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വീണ്ടും അടുത്തൊരു സ്റ്റേജിൽ എഗെയിൻ എ ഫോൾ ഇൻ ഇൻകം. Y2-ന് പകരം നമ്മുടെ ഇൻകം വീണ്ടും Y1-ലേക്ക് കുറഞ്ഞു. അങ്ങനെ Y1-ലേക്ക് കുറയുമ്പോൾ ന്യായമായിട്ടും നമ്മുടെ എക്സ്പെൻഡിച്ചർ E1 Y1 വരണ്ടേ? ഇല്ല, ഹി നെവർ റെഡ്യൂസ് ഹിസ് എക്സ്പെൻഡിച്ചർ, ബട്ട് ഹി മെയിൻറ്റെയിൻ ഹിസ് സ്റ്റാൻഡേർഡ്
ഓഫ് ലിവിങ് വിത്ത് ദ പ്രീവിയസ് ഇൻകം ആൻഡ് ഓൾസോ റിലേറ്റഡ് നെയ്ബർഹുഡ് ഓർ നെയ്ബേഴ്സ് കൺസംഷൻ പാറ്റേൺ ദാറ്റ് ഈസ് ഈ മെയിൻറ്റെയിൻ C2Y1. കണ്ടോ? അപ്പോൾ തീർച്ചയായിട്ടും അവൻ്റെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ E1 Y1ലേക്ക് കുറയേണ്ടിയാണ്, പക്ഷേ ഒന്നും കുറഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഹി അഡ്ജസ്റ്റഡ് ഹിസ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വിത്ത് ഹിസ് പ്രീവിയസ് ലെവൽ ഇൻകം ഓർ പ്രീവിയസ് സേവിങ് ആൻഡ് ഓൾസോ റിലേറ്റീവ് ഇൻകം ഓഫ് ദ നെയ്ബേഴ്സ്. സോ ഹി മെയിൻറ്റെയിൻസ് ഹിസ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വിത്ത് C2Y1. കണ്ടോ? അപ്പോൾ അവൻ്റെ ഇൻകം Y1ന് ആനുപാതികമായിട്ട് C2Y1 ആയിട്ട് കൺസംഷൻ എക്സ്പെൻഡിച്ചർ റൈസ് ചെയ്തു. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. വീണ്ടും ഇൻകം Y2ലേക്ക് പോയാൽ എന്ത് സംഭവിക്കും? ഹിസ് കൺസംഷൻ പാറ്റേൺ ഫ്രം C2 to E2. കണ്ടോ? അപ്പോൾ ഇങ്ങനെ കൺസംഷൻ ഇൻക്രീസ് ചെയ്യും ഇൻകം കൂടുമ്പോൾ, പക്ഷേ ഇൻകം കുറഞ്ഞാൽ കൺസംഷൻ അങ്ങനെ കുറയാറില്ല. അത് പ്രത്യേകിച്ച് അതിനെയാണ് നമ്മൾ റാച്ചറ്റ് എഫക്റ്റ് എന്ന് പറയുക. ആസ് ഇൻകം ഇൻക്രീസസ് കൺസംഷൻ പാറ്റേൺ ഓൾസോ ഇൻക്രീസസ്, ബട്ട് ആസ് ഇൻകം ഡിക്ലൈൻസ് കൺസംഷൻ പാറ്റേൺ റിമൈനിങ് ദ സെയിം, നെവർ ഡിക്ലൈൻ. സോ ഇൻ കൺക്ലൂഷൻ രണ്ട് മൂന്ന് പോയിന്റ് കൺക്ലൂഷനിലൂടെ പറയാം. ദാറ്റ് ഈസ്, ഞാൻ ആദ്യം പറഞ്ഞു, അതായത് കൺസംഷൻ ഇൻക്രീസ് ചെയ്യുന്നു, അത് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ് ആർക്ക്? ഇൻകത്തിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട്. ആസ് ഇൻകം ഇൻക്രീസസ് കൺസംഷൻ ലെവൽ ഓൾസോ ഇൻക്രീസസ്. ഇനി നേരെ മറിച്ച് ഡിക്ലൈൻ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു റിസഷൻ പീരീഡ് ആണെന്ന് വിചാരിക്കുക. ഒരു റിസഷൻ പീരീഡ് വരുമ്പോൾ APC ഇൻക്രീസസ്, മുമ്പ് ഞാൻ എക്സാമ്പിളിലൂടെ പറഞ്ഞു, APC ഇൻക്രീസ് ചെയ്യും എന്ന് പറഞ്ഞാൽ APS ഫാൾ ചെയ്യും. APC ഇൻക്രീസസ് ആൻഡ് APS ഫോൾസ്. അത് മറ്റൊരു കൺക്ലൂഷനായിട്ട് പറയാം. അപ്പോൾ കൺസംഷൻ ഇൻക്രീസസ് along with income increases, that means proportional relationship. Then during recession APC increases but APS declines. കാരണം നമ്മുടെ ഈ ബാലൻസ് ഉള്ള ഇൻകം കൂടെ എടുത്ത് നമ്മൾ കൺസംഷൻ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ റിസഷൻ പീരീഡിൽ പോലും APC ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി ലോങ് പീരീഡിലാണെങ്കിൽ, ഒരു ലോങ് റൺ ആണെന്ന് കൂട്ടിക്കോ, അപ്പോൾ ബോത്ത് APC ആൻഡ് MPC ആർ ഈക്വൽ ആയിരിക്കും. ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആൻഡ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ഈക്വലുമായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിലൂടെ ഡ്യൂസൻബറി പറയുന്നത്. അപ്പം നമ്മുടെ ആബ്സല്യൂട്ട് ഇൻകത്തെ ബേസ് ചെയ്തല്ല നമ്മുടെ കൺസംഷൻ, പിന്നെയോ നമ്മുടെ പ്രീവിയസ് പീക്ക് ലെവൽ ഇൻകം പ്ലസ് റിലേറ്റീവ് ഇൻകം സ്റ്റാൻഡേർഡ് ഓഫ് ദ നെയ്ബേഴ്സ്. ഇതനുസരിച്ചാണ് നമ്മളെല്ലാം, നിങ്ങളും ഞാനും എല്ലാം പോകുന്നത്. ഇത് മാക്രോയിലെ വളരെ പ്രധാനപ്പെട്ട തിയറിയാണ്. പരീക്ഷയ്ക്ക് ചോദിക്കും. സംശയം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കാം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ.